നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു ഡ്രസ് ഹാളാണ് ചെയ്യുന്നത്. കുർത്ത സെറ്റിൻ്റെ ഒരു ഹാളാണ് കേട്ടോ. 3 പീസ് സെറ്റാണ്, ഇൻക്ലൂഡിങ് ദുപ്പട്ടയാണ് വരുന്നത് എല്ലാ സെറ്റും. അപ്പോൾ ഈ ഒരു സമ്മറിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതുണ്ട്. അതുപോലെ ഒരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാം. ഞാൻ ഇത്തവണ റാൻഡം ആയിട്ടാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ഡെയിലി വെയർ മാത്രം അങ്ങനെ, അല്ലെങ്കിൽ ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ളത് അങ്ങനെയല്ല. റാൻഡം ആയിട്ടൊരു 5 പീസ് എടുത്തു, അങ്ങനെയുള്ളൂ കേട്ടോ. ഇന്ന് ഞാൻ വീഡിയോസ് യൂഷ്വലി ചെയ്യുന്നതെന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. അതായത് സ്ക്രീൻഷോട്ട് കൊടുക്കാം, ഓരോ ഡ്രസ്സിൻ്റെയും സ്ക്രീൻഷോട്ട് കൊടുക്കാം, ഇട്ടിട്ട് കാണിക്കുന്നുണ്ട്. അല്ലാണ്ട് ഞാൻ ഡ്രസ്സ് കയ്യിലെടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായോ, ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് ഇഷ്ടമായോ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ വീഡിയോസ് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ. അപ്പോൾ ഇന്ന് കാണിക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം ആമസോണിൽ നിന്നാണ്. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, അതുപോലെ നമ്മുടെ സ്റ്റോറിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അതിൽ കയറിയാൽ പഴയ പ്രോഡക്റ്റ്സ് ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സെയിൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഞാൻ അത് കൊടുത്തേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി ഒരുപാട് ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരുപാട് ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക്. ഫസ്റ്റ് കുർത്ത സെറ്റ് ഈ കാണുന്ന ഒരു പേർപ്പിൾ ഷെയ്ഡിൽ വരുന്ന ഒരു പാർട്ടി വെയർ കുർത്ത സെറ്റാണ്. സിമ്പിളാണ് കേട്ടോ. പാർട്ടി വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പോകാനൊക്കെ ഇഷ്ടമുള്ളവർക്ക്, എന്നെ പോലുള്ളവർക്ക് ഇഷ്ടാവും. ഞാൻ ആക്ച്വലി ഇതൊരു മാരേജിന് റീസെൻ്റ് ആയിട്ട് ഇടുകയും ചെയ്തു. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ദുപ്പട്ടയാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടൊരു ദുപ്പട്ടയാണ്. അതുമാത്രമല്ല, ആ ഒരു ദുപ്പട്ടയിലാണ് കൂടുതലും ആ ഒരു സെറി വർക്ക് വരുന്നത്. ബാക്കി നമ്മൾ ടോപ്പും ബോട്ടവും ഒക്കെ നോക്കിയാലും അത്ര വർക്കും കാര്യങ്ങളൊന്നുമില്ല. സിൽവർ സെറി വർക്കാണ് കേട്ടോ വരുന്നത്. ഇനി കുർത്ത ആൻഡ് ബോട്ടം നോക്കുകയാണെങ്കിൽ സിൽക്ക് ബ്ലെൻഡാണ് മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ആ ഒരു പ്രീമിയം ഫീല് നമുക്ക് വരുന്നുണ്ട്. ശരിക്കും ആ ഒരു ദുപ്പട്ട കൂടി വരുമ്പോൾ നല്ല ഒരു റിച്ച് ലുക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. നല്ല രസമുള്ള ഒരു കുർത്ത സെറ്റാണ്. എനിക്ക് തോന്നുന്നു ഇത് ഒത്തിരി പേര് ഇട്ടിട്ട് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. സിമ്പിളായിട്ട് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂ. ഇതിൻ്റെ ഒരുപാട് കളർ ചേഞ്ചസ് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ലിബാസിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുർത്ത സെറ്റ്. ഇനി നെക്സ്റ്റ് കുർത്ത സെറ്റ് ഒരു ഡെയിലി വെയർ സെറ്റാണ്. ഞാൻ റീസെൻ്റ് ആയിട്ട് ഇൻസ്റ്റയിൽ ഒരു പിക്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഒരു ഷെയ്ഡാണ്. അതിനും എൻക്വയറി ഉണ്ടായിരുന്നു, എന്താണ് ഡ്രസ്സിൻ്റെ ലിങ്ക് ചോദിച്ചിട്ട്. അപ്പോൾ ആ ഒരു സെറ്റാണ് കേട്ടോ. പ്യുവർ കോട്ടൺ ആണ്, 100% കോട്ടണിൽ വരുന്ന ഒരു സെറ്റാണ്. ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു കളർ ഒരു രക്ഷയില്ല. നല്ല രസമുള്ള ഒരു ബ്ലൂ കളറിൽ വരുന്ന പ്യുവർ കോട്ടൺ ആയിട്ടൊരു സെറ്റാണ്. ദുപ്പട്ട നോക്കുകയാണെങ്കിൽ ഒരു നെറ്റ് കോട്ട ഫാബ്രിക്കിലാണ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ചെറിയൊരു എംബ്രോയ്ഡറി, അതുപോലെ ഒരു ഗോൾഡൻ ബോർഡർ ഒക്കെ വരുന്നുണ്ട്. നല്ല രസമുള്ള ഒരു ദുപ്പട്ടയാണ്. പിന്നെ നമ്മൾ ഈ ഒരു ടോപ്പിൽ ചെറിയൊരു സീക്വൻസ് വർക്ക് പോകുന്നുണ്ട്. അത് ഒട്ടും തന്നെ എടുത്ത് നിൽക്കില്ല, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തുമില്ല. കാരണം ലൈറ്റ് ബ്ലൂ കുർത്തയിൽ ഈ ഒരു സിൽവർ സീക്വൻസ് അത് പെട്ടെന്ന് അറിയില്ല. ഓക്കെ. പക്ഷേ ഇതൊരു ഡെയിലി വെയർ കുർത്തയാണ്. ലൈനിങ് ഒന്നും വരുന്നില്ല. ഒരു എന്താ പറയുക, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടൊരു മെറ്റീരിയലാണ്. ഇതും ഞാൻ 1-2 തവണ പുറത്ത് ഇട്ടുകൊണ്ടൊക്കെ പോയി യൂസ് ചെയ്തു. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെയാണ് ഈ ഒരു സമ്മറിൽ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ലിങ്ക് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ. ഇനി കാണിക്കാൻ പോകുന്ന 3 സെറ്റും ആമസോണിൻ്റെ തന്നെ ഒരു ഇൻഹൗസ് ബ്രാൻഡിൻ്റെ ആണ്. ഓക്കെ. ഇവരുടെ തന്നെ നമ്മൾ നേരത്തെയും ചെയ്തിട്ടുണ്ട് കുർത്ത സെറ്റൊക്കെ. അപ്പോൾ ഇത്തവണ ഞാൻ എടുത്തിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഡെയിലി വെയർ ആയിട്ടുള്ള സെറ്റാണ്. ഫസ്റ്റ് കാണിക്കാനുള്ള ഈ ഒരു ഓഫ് വൈറ്റ് പീച്ച് കളർ കോമ്പിനേഷനിൽ വരുന്നൊരു സെറ്റാണ്. അപ്പോൾ ഇത് നല്ല ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്ന സെറ്റാണ് കേട്ടോ. പിന്നെ ഇതിനൊക്കെ ലൈനിങ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ക്രീം കളർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ട്രാൻസ്പാരൻ്റ് ആയിരിക്കും. സ്ലിപ്പ് യൂസ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. സിമ്പിളായിട്ടുള്ള സിമ്പിളായിട്ടൊരു കുർത്ത സെറ്റാണ്. നമ്മൾ നെക്കിൽ നോക്കിയാൽ ചെറിയൊരു സീക്വൻസ് വർക്ക് പോകുന്നുണ്ട്. ഫ്ലോറൽ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ സമ്മറിൽ നല്ല രസമായിരിക്കും. പിന്നെ ഈ ഒരു ദുപ്പട്ടയ്ക്ക് കുറച്ച് ലെങ്ത്ത് കുറവായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു കുർത്ത സെറ്റാണ്. എഗെയിൻ ഫ്ലോറൽ പ്രിൻ്റ് ആണ് വരുന്നത്. ഓക്കെ. ഈ ഒരു കുർത്ത സെറ്റ് നമ്മളൊരു ചൈനീസ് കോളനൊക്കെയാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ട നമുക്ക് വൺ സൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വിഡ്ത്ത് കുറഞ്ഞിട്ടാണ് വരുന്നത്. ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ. ലെങ്ത് ഒക്കെ അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ലൈനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ
കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ബോട്ടം, ദുപ്പട്ട, കുർത്ത വേറെ വേറെ പ്രിന്റിലാണ് വരുന്നത്. ആമസോണിന്റെ ഈ 3 കുർത്താസും ഞാൻ എക്സൽ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ലാസ്റ്റ് കാണിക്കാനുള്ളതും ഒരു ഓഫ് വൈറ്റ് കളറിൽ വരുന്ന ഒരു കുർത്ത സെറ്റാണ്. ആമസോണിന്റെ തന്നെ എക്സൽ ആണ് ഞാൻ എടുത്തിട്ടുള്ള സൈസ്. ഇതിൻ്റെയും ദുപ്പട്ട നോക്കുകയാണെങ്കിൽ വൺ സൈഡഡ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിൽ വീതി കുറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഓഫ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ലിപ്പ് യൂസ് ചെയ്യേണ്ടി വരും, ലൈനിങ് വരുന്നില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വേറെ ഒന്നും പറയാനില്ല. ഇത് 3ഉം ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ലാസ്റ്റ് കാണിച്ച 3 കുർത്താ സെറ്റും അങ്ങനെയുള്ളതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഫസ്റ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്ന 2 കുർത്താ സെറ്റ് ഉണ്ടല്ലോ, ആ ഒരു പർപ്പിൾ അതുപോലെ തന്നെ ഒരു ബ്ലൂ, ഇത് രണ്ടും ഞാൻ ലാർജ് ആണ് എടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം എക്സൽ ആണ് കേട്ടോ. ആമസോണിൻ്റെ 3ഉം എക്സൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അഗെയിൻ എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ചിലതൊക്കെ സൈസ് അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു ഞാനിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ. നിങ്ങൾ എന്തായാലും നോക്കൂ കേട്ടോ. വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിച്ചോളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.